ഹലോ ഗീസിയറക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഈ പുറകെ കിടക്കുന്ന മുതൽ കണ്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ഓൾഡ് മോഡൽ ട്രക്ക്, നമ്മുടെ നാട്ടിൽ ടാറ്റ SC ഒക്കെ പോലെ ഇവിടെ സൗദി അറേബ്യയുടെ മണലാരുണ്യങ്ങൾ. ഓക്കെ, ആദ്യമായിട്ട് ആ വാക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. അപ്പോൾ ആ സാധനം ഭരിച്ചിരുന്ന ഒരു മുതലാണ് ഈ കിടക്കുന്നത്. എത്ര ടണ്ണ് ലോഡ് വെച്ചുകൊണ്ട് മരുഭൂമികളും അതുപോലെ തന്നെ മലകളും എല്ലാ സ്ഥലവും കയറുന്ന ഒരേ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഈ ഒരു മുതൽ മാത്രമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനെക്കുറിച്ച് അറിയാവുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു. മെർസിഡീസ് ബെൻസിൻ്റെ ഓൾഡ് മോഡൽ ട്രക്കാണ് ഞാൻ ഇട്ടിരുന്നത്. ആ സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ ചെയ്യാമോ എന്ന്. അങ്ങനെ ആ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഏകദേശം 30-35 വർഷങ്ങൾക്ക് മുന്നേ സൗദി അറേബ്യ ഭരിച്ചിരുന്ന ഒരു മുതലാണ് ഈ കിടക്കുന്നത്. ഇതിനെല്ലാത്തിനും ഓരോ നമ്പറുണ്ട്. ഇതേ കണ്ടോ, ഇതിപ്പോൾ 28ആണ്. ഇതിനെ പറയുന്നത് തമാനി അശ്രീൻ. അതേപോലെ തന്നെ 24 ഉണ്ട്, അർബ അശ്രീൻ. എല്ലാ വണ്ടികളും പൊളിയാണ്. എല്ലാ മണലിൽ കൂടെ ആയിരുന്നാൽ തന്നെയും അതുപോലെ തന്നെ മലകളിൽ കൂടെയും എല്ലാ വണ്ടികളും സുഖമായിട്ട് കയറി പോകും. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടൊരു വണ്ടി ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വണ്ടി പഠിച്ച ശേഷം നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഓടിക്കാൻ വേണ്ടി കിട്ടണം. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മുതലായിരിക്കും. ഈ ഒരു മുതൽ കണ്ട വണ്ടി എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയ വണ്ടിയാണ് ഈ ഒരു വണ്ടി. 2 ടൈപ്പിലുള്ള ടാങ്കാണ്. ഇതിപ്പോൾ ചെറിയ ടാങ്കാണ് ഈ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. ഇതിപ്പം ഇതേ കണക്കത്തെ വലിയ വണ്ടിയെ കട്ട് ചെയ്തിട്ട് ഈ ഒരു മോഡൽ ചെറുതാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റി ഏരിയയിലോട്ട് ഓടിക്കൊണ്ടിരുന്നപ്പം ഈ ഒരു വലിയ വണ്ടിയാണ് നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. അത് ചെയ്തിട്ട് നമ്മളൊരു മല ഏരിയയിലോട്ട് വന്നപ്പോൾ അവിടെ വന്നിട്ട് വണ്ടി കട്ട് ചെയ്ത്, വലിയ വണ്ടി ഇവിടുത്തെ വളവിലൊന്നും വളയാത്തതുകൊണ്ട് ഈ വലിയ വണ്ടികളെല്ലാം കട്ട് ചെയ്തിട്ട് ചെറിയ ടാങ്ക് കയറ്റി. എത്ര വർഷം പഴക്കമുള്ള വണ്ടിയാണെന്നറിയാവോ? ഏകദേശം 30-35 വർഷത്തിലധികം പഴക്കമുള്ള വണ്ടികളാണ് ഇതൊക്കെ. ഇന്നും വണ്ടി ഓടുന്നുണ്ട്. ഡീസലിന്റെ അടപ്പൊന്നുമില്ല, കളഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും 4 ടയർ വെച്ചിട്ട് 8 ടയർ വരും. ഇതിന്റെ അകത്തോട്ട് കയറിയുള്ള കാഴ്ച കാണിച്ചു തരാം കേട്ടോ. പൊടിയൊക്കെ അടിച്ച് കിടക്കുന്നു. എൻ്റെ പൊന്നത ഗിയർ ഊരി കിടക്കുന്ന വണ്ടിയില. ഗിയറൊന്നും ഇല്ല ഇവിടെ വണ്ടിക്ക്. വണ്ടിയിലെ ഗിയർ ഇതാ ഇവിടെ ഊരി കിടക്കുന്നു. ടോട്ടൽ 10 ഗിയറാണ് വണ്ടിക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് റിവേഴ്സ് ഗിയർ, അതുപോലെ തന്നെ ഇത് സി ഗിയർ എന്ന് വെച്ചാൽ നമുക്ക് കയറ്റാം. ഫുൾ ലോഡ് വെച്ചുകൊണ്ട് കയറ്റവും അതുപോലെ തന്നെ മണലിൽ കൂടെ ഒക്കെ പോകുന്നെങ്കിൽ ഈ സി ഗിയർ ഇട്ടാണ് നമ്മൾ യൂസ് ചെയ്ത് പോകുന്നത്. പിന്നെ 2 സെക്ടറാണ്, ലോ ഗിയർ, ഹൈ ഗിയർ. 1, 2, 3, 4 ലോ ഗിയർ ആണ്, ചെറിയ ഗിയർ. പിന്നെ ഹൈ ഗിയർ വരുന്നത് 5, 6, 7, 8 ഹൈ ഗിയർ വരും. ഇത് കണ്ടോ, ഇതിപ്പോൾ വണ്ടിയുടെ ഒരു സൈഡിൽ 2 ടയർ മാത്രമേ ഉള്ളൂ. നമ്മൾ മുമ്പ് കണ്ടത് 4 ടയറുള്ള വണ്ടിയായിരുന്നു. ഒരു സൈഡിൽ 4 ടയർ വരുന്നത്. സംഭവം അതേ സൈസിലുള്ള വണ്ടിയാണ്. പിന്നെ നമ്മളൊരു മല സൈഡിലോട്ട് പണിയായിട്ട് വന്നപ്പോൾ ഈ വലിയ വണ്ടികളൊന്നും ഇവിടെ യൂട്ടേണൊക്കെ ഉള്ളതുകൊണ്ട് തിരിയുന്നില്ല. അങ്ങനെയല്ല, അതിനെല്ലാം വണ്ടി ചെറുതാക്കിയിട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്ത്, ചേസ് ഉൾപ്പെടെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ചെറിയ ടാങ്ക് കയറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. ഈ വണ്ടിയുടെ അകഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വണ്ടിയാണ്. അത് നോക്കിയേ, നമ്മൾ നേരത്തെ കയറി കണ്ട കണക്കല്ല. ഇതിൻ്റെ പൊടിയുണ്ട് വണ്ടി. ഏകദേശം ഒരു 3-4 മാസത്തോളം കൊണ്ട് വണ്ടി എടുക്കുന്നില്ല. അതുകൊണ്ട് ഇരിക്കാനൊക്കെ ഭയങ്കര പാടാണ്. കംപ്ലീറ്റ് പൊടിയാണ് കണ്ടോ. ഒരു കിടിലൻ സ്റ്റിയറിംഗ് ഉണ്ട്, ഒരു വലിയ സ്റ്റിയറിംഗ്. ഈ ഒരു സ്റ്റിയറിംഗ് തിരിക്കണമെങ്കിൽ രാവിലെ പുട്ടും കടലൊക്കെ കഴിച്ചുകൊണ്ട് ഇറങ്ങണം. അമ്മാതിരി ടൈറ്റാണ് വണ്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കിടിലൊരു ഗിയറിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 2 സെക്ടറാണ് ഇതിൽ ഗിയർ വരുന്നത്. 2 സെക്ടർ എന്ന് പറയുമ്പോൾ ഹൈയും ലോയും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളണേ, ഹൈയും ലോയും എത്രത്തോളം ഡിഫറൻറ്റ് ഉണ്ടെന്ന് നോക്കിക്കോളണേ.
ഇപ്പൊ വണ്ടി കിടക്കുന്നത് ന്യൂട്രലാണ് വണ്ടി കിടക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ച ഹൈ കണ്ടോ, ഇത് ഹൈ ആണ്. ഹൈയിൽ 5, 6, 7, 8 ഗിയർ വരും. പിന്നെ ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ അപ്പുറത്തെ സെക്ടറിലോട്ട് അടിച്ചിടണം. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ വരും. അതുപോലെ തന്നെ ഫസ്റ്റ് റിവേഴ്സ് ഒക്കെ വരുന്നത്, റിവേഴ്സ് ഇങ്ങനെ അറ്റം പോയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകണം, അത് റിവേഴ്സ്. അതുപോലെ തന്നെ അവിടെ നിന്ന് നേരെ പിറകെടുത്ത സി ഗിയർ. അപ്പോൾ സി ഗിയർ എന്ന് വെച്ചാൽ നമ്മൾ ലോഡുമായിട്ടൊക്കെ മരുഭൂമിയിലൂടെയൊക്കെ മണലിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് സി ഗിയർ യൂസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. എല്ലാ ടയറിനും പിടുത്തം വീഴും. ആ ഒരു പിടുത്തം അനുസരിച്ച് നമ്മൾ പോകും വണ്ടി. പിന്നെ ഇതറിയാലോ, ഇത് നമ്മളെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം വരുന്നത്. പിന്നെ അതെ ക്ലച്ച്, ആക്സിലേറ്റർ, പെഡൽ, അങ്ങനെയുള്ള പെഡൽസ് എല്ലാം ഉണ്ട്. പിന്നെ മീറ്റർ ബോർഡ് അറിയാമല്ലോ, മീറ്റർ ബോർഡ് വരുന്നുണ്ട്. എത്രത്തോളം എയർ ഫുള്ളായിരിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കണ്ടോ, ആ നടുക്ക് വന്നിരിക്കുന്ന 2, 4, 6, 8, 7, 8, 10 അത് വണ്ടിയിൽ എയർ ഫില്ല് ചെയ്യുന്നതനുസരിച്ച് കാണിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ അതിൻ്റെ RPM മറ്റ് മീറ്ററുകൾ, സ്പീഡോമീറ്റർ, അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് ഈ സ്വിച്ചിലാണ്. പിന്നെ അതേപോലെ ഈ ഒരു ചാവി, വണ്ടിയുടെ ചാവിയൊക്കെ അത്ഭുതമാണ് കേട്ടോ. ഇതാണ് ചാവി, നൈസ് ചാവിയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, തിരിക്കുന്നു വേണ്ട, ഈ ചാവി ഇട്ടിട്ട് മൊത്തത്തിൽ അങ്ങ് താത്ത് കൊടുക്കാൻ നേരത്ത് വണ്ടി ഓണാവും. എന്നിട്ട് ഇവിടെ താക്കാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ടാവും. ഈ ഒരു സ്റ്റാർട്ടിൻ്റെ സ്വിച്ചിൽ താക്കാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ക്യാബിൻ്റെ മുകൾ ഭാഗത്ത് സൺഗ്ലാസ് വരുന്നുണ്ട്. സൺഗ്ലാസ് അല്ല സംഭവം, ഇത് ചൂട് സമയത്ത് ചൂട് കാറ്റ് കിട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കാറ്റൊന്നും കിട്ടത്തില്ല, തണുത്ത കാറ്റൊന്നും കിട്ടത്തില്ല. ചൂട് സമയത്ത് ചൂട് കാറ്റ് ഇതുവഴി കയറി വരും. പിന്നെ ചില വണ്ടിയിലൊക്കെ ഇതിൽ ഗ്യാസിന്റെ സെറ്റപ്പ് എക്സ്ട്രാ ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ മുന്നത്തെ ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, ഈ ഒരു വണ്ടിയായിട്ട് ഞാൻ പോകുന്ന സമയത്ത് വണ്ടിയുടെ ടയർ ജാമായി ടയർ തീയെത്തിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം ട്രെയിലറാണ്. ഇതൊക്കെ വലിയ ട്രെയിലർ ഹെഡായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് ഇപ്പൊ ചെറിയൊരു വണ്ടി ആക്കിയിട്ടുണ്ട്. പൊളി വണ്ടിയാണ് കേട്ടോ. ഇന്നും വണ്ടി കണ്ടീഷനാണ്, വണ്ടി ഓടുന്നുണ്ട്. 30-35 വർഷത്തിലധികം പഴക്കമുണ്ടെങ്കിലും ഇന്ന് പൊളിയായിട്ട് എല്ലാ സ്ഥലങ്ങളും കയറ്റവും പൊളിയായിട്ട് വണ്ടി പോകുന്നുണ്ട്. കണ്ട ആ ഒരു സ്റ്റിയറിങ്, അതുപോലെ തന്നെ ഗിയർ എല്ലാം വേറെ ലെവലാണ് വണ്ടിയിൽ. പിന്നെ ഇത് ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ആ ഒരു ചൂട്, ബുദ്ധിമുട്ട്. സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കാനും വളയ്ക്കാനും ശരി പാടാണ്. നമ്മുടെ നാട്ടിൽ ടാറ്റ SC ആണെങ്കിൽ ഇവിടെ സൗദി അറേബ്യയിൽ ഈ മെർസിഡീസിൻ്റെ ഓൾഡ് മോഡൽ ഈ ഒരു ട്രക്ക് എത്ര മണലിൽ കൂടെയും അതുപോലെ തന്നെ മലകളിൽ കൂടെയും ഈ വണ്ടി സുഖമായിട്ട് പോകും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് വെച്ചുകൊണ്ട് പോകും. നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വിശ്വസിച്ചുകൊണ്ട് ഏത് സൈറ്റിൽ യവന്മാരെ കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും. അമ്മാതിരി പെർഫോമൻസ് ആണ് ഈ വണ്ടി. ഇന്നും സൗദി അറേബ്യയുടെ മരുഭൂമികളിൽ ഇന്നും ഉൾപ്രദേശത്ത് വെള്ളം കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ ഒട്ടകത്തിന് മേയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോകുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരേ ഒരു വണ്ടി ഈ ഒരു വണ്ടിയാണ്. പുതിയ മോഡൽ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ആ ഒരു മരുഭൂമികളിൽ കയറത്തില്ല, ഓടത്തില്ല വണ്ടി. ഈ ഒരു വണ്ടി മാത്രമാണ് ഇന്നും ആ ഒരു മരുഭൂമിയിൽ കൂടെ വണ്ടി ഓടുന്നത്. പക്ഷെ ഈ ഒരു വണ്ടി ഉണ്ടോ, ഫ്യൂസോ അങ്ങനെയല്ല. വണ്ടി ഒട്ടും കൊള്ളത്തില്ല എന്ന് വെച്ചാൽ വണ്ടിക്ക് വലിവില്ല. പ്രത്യേകിച്ച് ഒരു തേരിയിലൊക്കെ ചെന്നിട്ട് വണ്ടി നിന്ന് പോയാൽ അവിടെ വണ്ടി നിന്നു. പിന്നെ വണ്ടി അവിടെ ഫസ്റ്റ് ഇട്ട് വണ്ടി കയറത്തില്ല. പിന്നെ അവിടെ വണ്ടി നേരെ താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങിയിട്ട് താഴേന്നേ ഫസ്റ്റ് ഇട്ട് കയറി പോകണം. പക്ഷെ ഈ വണ്ടി അങ്ങനെയല്ല. ഈ വണ്ടി എന്ന് വെച്ചാൽ എവിടെ ആ ഒരു കയറ്റത്ത് വെച്ച് നിന്നാൽ അവിടെ വെച്ച് ഫസ്റ്റ് ഇട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാം.
വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം സിയ.